السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. അമ്മ ബഅദ്. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഉസൂലുൽ ഈമാൻ അദ്ദേഹം സൂചിപ്പിച്ച ഭാഗമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അഥവാ 6 ഈമാൻ കാര്യങ്ങൾ. അതിലൊന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനാണ്. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്നാൽ 4 കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അള്ളാഹു ഉണ്ടെന്ന വിശ്വാസം, അവൻ മാത്രമാണ് റബ്ബെന്ന വിശ്വാസം, അവൻ മാത്രമാണ് ഇലാഹ് ആരാധനക്കർഹൻ എന്ന വിശ്വാസം, അള്ളാഹുവിൻ്റെ പേരുകളിലും അവൻ്റെ സിഫാത്തിൽ അവൻ്റെ വിശേഷണങ്ങളിലുമുള്ള വിശ്വാസം. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നതാണ് അടുത്തത്. റബ്ബ് എന്നാൽ ആരാണോ ഖാലിഖ്, അതുപോലെ ആരാണോ മാലിക്, ആർക്കാണോ അമ്ർ മുഴുവൻ, അവനാണ് റബ്ബ്. ലഹുൽ ഖൽഖു വൽ മുൽക്കു വൽ അമ്രു, അവനാണ് ഖാലിഖ്, അവൻ മാത്രമാണ് സൃഷ്ടാവ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ വഹുവ അലാ കുല്ലി ഷൈ വക്കീൽ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹുവാണ് സകലതിൻ്റെയും സൃഷ്ടാവ്. വഹുവ അലാ കുല്ലി ഷൈ വക്കീൽ, അവനാണ് സകലതിൻ്റെയും കാര്യം ഏറ്റെടുത്തവൻ. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനഹ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഫഅറൂനി, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. മാദാ ഖലഖൽ ലദീന മിൻ ദൂനഹ്, അവന് പുറമെ ഉള്ളവർ എന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. യാ അയ്യുഹന്നാസ് ദുരിബ മസലുൻ ഫസ്തമിഉ ലഹ്, മനുഷ്യരെ ഇതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു, ശ്രദ്ധിച്ച് കേൾക്കൂ. ഇന്നൽ ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖൂ ദുബാബ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. വലൗ ഇജ്തമഉ ലഹ്, അവരെല്ലാം അതിനുവേണ്ടി ഒരുമിച്ച് ചേർന്നാലും. അവൻ മാത്രമാണ് ഖാലിഖ്, സൃഷ്ടാവ് അവൻ മാത്രമാണ്. നോക്കൂ, അതുപോലെ മുൽക്ക് ആരുടേതാണ്, യഥാർത്ഥ ഉടമസ്ഥാവകാശം ആരുടേതാണ്, അവനാണ് റബ്ബ്, അള്ളാഹുവിൻ്റെതാണ് ഇതെല്ലാം. അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് സഹായം നൽകി പരിപോഷിപ്പിക്കുന്നത്, അവരിലേക്കാണ് മടക്കം. ലോകത്തുള്ള സകല ഉടമസ്ഥരുടെയും എല്ലാ ഉടമസ്ഥതയും അവസാനിക്കും. അള്ളാഹു ഭൂമിയുടെയും ആകാശങ്ങളുടെയും അനന്തരം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ വാരിസ്, അവൻ അനന്തരം ഏറ്റെടുക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ സകലരും ഇതെല്ലാം ഉപേക്ഷിച്ചു പോയാൽ അതേറ്റെടുക്കുന്നവനാണ് റബ്ബ്. വലില്ലാഹി മീറാസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മീറാസ് അനന്തരാവകാശം അള്ളാഹുവിൻ്റെതാണ്. ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ വഇലൈനാ യുർജഊൻ. ഇന്നാ നഹ്നു നരിസുൽ അർദ വമൻ അലൈഹ, ഭൂമി അതിനു പുറത്തുള്ളതും നാം അനന്തരം ഏറ്റെടുക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അന്ത്യനാളിൽ അത് ഏറ്റവും വെളിവാകും. അവൻ ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആരുടേതാണ് ഇന്നത്തെ അവകാശം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അള്ളാഹുവിനാണ്. വാഹിദായ ഖഹാറായ ഏകനായ സകലത്തിൻ്റെയും അധിപതിയായ അള്ളാഹുവിനാണ്. മുഫസ്സിറുകൾ പറഞ്ഞു, പരലോകത്ത് റബ്ബ് ചോദിക്കുന്ന ചോദ്യമാണ് ലിമനിൽ മുൽക്കുൽ യൗം. എന്നാൽ അതിന് മറുപടി പറയാൻ ഒരാളും ഉണ്ടാവുകയില്ല, ആരുമില്ല, എല്ലാവരും നശിച്ചു, ആരുടെ കയ്യിലും ഒന്നുമില്ല. അവൻ തന്നെ അതിന് മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ എന്ന് ആ ആയത്തിന് സൂറത്ത് ഗാഫിറിലെ ആയത്തിൻ്റെ തഫ്സീറിൽ മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം.
അതുപോലെ അമ്ർ അവൻ്റെതാണ്, അഥവാ തീരുമാനവും ശാസനാധികാരവും അവൻ്റെതാണ്. അള്ളാഹു പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അള്ളാഹുവിൻ്റെതാണ് ഖൽഖും അമ്രും, സൃഷ്ടിപ്പും അമ്രും അവൻ്റെതാണ്. കാര്യം തീരുമാനിക്കുന്നത് അവനാണ്. അമ്ർ എന്നാൽ അള്ളാഹുവിൻ്റെ കൗനിയായ അമ്രുണ്ട്, പ്രാപഞ്ചികമായ അവൻ്റെ കൽപ്പന. ശറഈയായ അള്ളാഹുവിൻ്റെ അമ്രുണ്ട്, ദീനിയായ അവൻ്റെ കൽപ്പന. അവൻ്റെ കൗനിയായ അമർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മുസ്ലിം ആകട്ടെ കാഫറാകട്ടെ, അള്ളാഹുവിനെ നിഷേധിച്ചവനാകട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാകട്ടെ, റബ്ബിനനുസരിക്കുന്നവനാകട്ടെ റബ്ബിനനുസരിക്കാത്തവനാകട്ടെ, അള്ളാഹുവിൻ്റെ ഈ കൗനിയായ പ്രാപഞ്ചികമായ അമറിന് അവന് എതിര് പ്രവർത്തിക്കുക സാധ്യമല്ല. കാരണം അള്ളാഹു വിധിച്ചതേ നടക്കുകയുള്ളൂ. അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചാണ്. അവൻ്റെ നിഴൽ പോലും അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചാണ്. യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇൽ സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അവരുടെ നിഴലുകൾ ഇടതും വലതും നീങ്ങുന്നു അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട്. നോക്കൂ, അവൻ്റെതാണ് അമർ. ഖുർആനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് കാര്യം ഒരുമിച്ച് അള്ളാഹു പറഞ്ഞത് കാണാം. അതായത് സൃഷ്ടിക്കുന്നത് റബ്ബാണോ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന റബ്ബാണോ എങ്കിൽ അവനാണ് അനുസരിക്കേണ്ടത്. ഇത് ഖുർആനിൽ ഇത് രണ്ടും ഒരുമിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞത് കാണാം. നിങ്ങൾ ഖുർആൻ ഉറ്റ് ആലോചിച്ചാൽ അത് മനസ്സിലാവും. അതായത് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യങ്ങൾ പറയുക, ആകാശത്ത് ഭൂമിയിൽ നക്ഷത്രങ്ങളെക്കുറിച്ച്, സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച് ഇതൊക്കെ പറയുക. എന്നിട്ട് ആ റബ്ബിനനുസരിക്കാൻ പറയുക. കാരണം ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ നിൻ്റെ ജനനവും നിൻ്റെ ജീവിതവും മരണവും അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചാണെങ്കിൽ സഹോദര, ആ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ നിന്നോട് റബ്ബ് വിലക്കിയിട്ടുണ്ട്. അതിനും നീ റബ്ബിനനുസരിക്കുക. നോക്കൂ, ഇസ്ലാം എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഒന്നാമത്തേത് ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. റബ്ബ് തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. ചില അറാബികളോട്, പഴയ കാലത്ത് ജീവിച്ച ചില ഗ്രാമീണരായ അറബികളോട് ചോദിച്ചു, എങ്ങനെയാണ് നീ റബ്ബിനെ മനസ്സിലാക്കിയത്? അവൻ പറഞ്ഞു, അസീമത്തുകൾ മുറിഞ്ഞു പോകുന്നതിലൂടെ, തീരുമാനങ്ങൾ മാറി മറിയുന്നതിലൂടെ, അതിലൂടെയാണ് ഞാൻ റബ്ബിനെ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യം, ഉറപ്പ് ഞാനത് ചെയ്യും, അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി, അത് അവിടെ എത്തിയാൽ അത് മുടങ്ങിപ്പോകും, നടക്കുന്നില്ല, കാര്യം നടക്കുന്നില്ല. ഉദ്ദേശങ്ങൾ മാറി മറിയുന്നു, ഞാൻ അതിലൂടെയാണ് റബ്ബിനെ മനസ്സിലാക്കിയത്. കാരണം അള്ളാഹു തീരുമാനിക്കാതെ നിനക്ക് സാധ്യമല്ല. നീ എത്ര അതിനുവേണ്ടി എന്തെന്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും, എത്ര ശക്തനാണ് എങ്കിലും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരു ദുരന്തം നീക്കാനോ, ഒരു നന്മ നേടിയെടുക്കാനോ, ഒരു തിന്മ തടുക്കാനോ, നന്മ നേടിയെടുക്കാനോ സാധ്യമല്ല. ഇല്ലാ ബില്ലാഹ്. ഹൗലുമില്ല ഖുവത്തുമില്ല. ഹൗൽ എന്താണ് യഥാർത്ഥത്തിൽ? ഒരു അപകടം തടുക്കാനുള്ള കഴിവാണ്. ഖുവത്ത് എന്താണ് യഥാർത്ഥത്തിൽ? ഒരു നന്മ നേടിയെടുക്കാനുള്ള ശക്തിയാണ്. രണ്ടുമില്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ നോക്കൂ, ഇതിലൂടെ റബ്ബിനെ ഞാൻ അറിഞ്ഞു. അപ്പോൾ നോക്കൂ, ഖൽഖും മുൽക്കും അമ്രും ആരുടേതാണോ അവനാണ് റബ്ബ്. അവനാണ് കാര്യം തീരുമാനിക്കുന്നത്. നാഫിഉം ദാറും അവനാണ്. ഉപകാരോപദ്രവങ്ങൾ അവൻ്റെ കയ്യിലാണ്. ഇതിൽ നോക്കൂ, അവനെ പോലെ ആരുമില്ല, അവനൊരു പങ്കാളിയില്ല, അവനൊരു സഹായിയുമില്ല. ദാലിക്കും അല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. അവനാണ് നിങ്ങളുടെ റബ്ബ്, അവൻ്റെതാണ് എല്ലാ അധികാരങ്ങളും. അവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു ഖത്മീർ പോലും അവരുടെ കയ്യിലില്ല. എന്താണ് ഖത്മീർ? ഈത്തപ്പനക്കുരുവിൻ്റെ മുകളിലുള്ള പാടയാണ്, അതാണ് ഖത്മീർ. ആ ഖത്മീർ അതുപോലും അവരുടെ ഉടമസ്ഥാവകാശത്തിൽ ഇല്ല, മറിച്ച് റബ്ബിൻ്റെതാണ്. നോക്കൂ, ചരിത്രത്തിൽ റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് നിഷേധിച്ച ആളുകൾ ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. എങ്ങനെയല്ലാതെ? ആത്മവഞ്ചന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ അതല്ല ഉള്ളത്. അവൻ്റെ മനസാക്ഷിയെക്കെതിനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ റബ്ബിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചവർ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിൻ്റെ നബിമാരും
നബിമാരുടെ ശത്രുക്കളും അതുകൊണ്ട് തന്നെ ഇതിലല്ല തർക്കിച്ചത്, ഇതിലല്ല അവർ തമ്മിൽ തർക്കമുണ്ടായത്. മറിച്ച് അത് റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തെ കാര്യത്തിലാണ്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ഉലുഹിയ്യ, അവൻ മാത്രമാണ് ഇലാഹ് എന്ന കാര്യം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റബ്ബിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവൻ മാത്രമാണ് ഇലാഹ് എന്നത്. അതിനാണ് അള്ളാഹു നമ്മൾ പഠിച്ചത്. മഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിൻവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റബ്ബ് എന്ന റബ്ബിൻ്റെ പേരിൻ്റെ ഉബൂദിയത്ത് നിനക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഏതു പേരിനും അനുസരിച്ചുള്ള ഉബൂദിയ, അള്ളാഹുവിൻ്റെ അടിമകളായിരിക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ ഏതു പേര് നീ പഠിച്ചാലും അതിൽ നിനക്കുള്ള പാഠമുണ്ടാകും. അതിനനുസരിച്ചുള്ള റബ്ബിൻ്റെ അടിമയായിരിക്കണം നീ. അള്ളാഹു സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ പേരാണത്, റബ്ബിൻ്റെ വിശേഷണം അതിലടങ്ങിയിട്ടുണ്ട്. അതിൽ നിനക്കുള്ള പാഠമുണ്ട്. കാരണം റബ്ബ് വെറുക്കുന്ന ഒരു വാക്ക്, ഒരു ശബ്ദം നിന്നിൽ നിന്ന് അവൻ കേട്ടുകൂടാ. അള്ളാഹു ബസീറാണ്, അവനെല്ലാം കാണുന്നവനാണ്. അവൻ്റെ ബസർ എന്ന വിശേഷണം അതിലുണ്ട്, നിനക്കുള്ള പാഠം അതിലുണ്ട്. എന്താണ്? അള്ളാഹു വെറുക്കുന്നിടത്ത് അവൻ നിന്നെ കണ്ടുകൂടാ. അള്ളാഹു വെറുക്കുന്നിടത്ത് അവൻ നിന്നെ കണ്ടുകൂടാ. ഈ പാഠമുണ്ട്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏതേതു പേരിലും നമുക്കുണ്ടായിരിക്കേണ്ട ഉബൂദിയ്യ, അള്ളാഹുവിൻ്റെ അടിമകളായിരിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ പേരുകളിൽ റബ്ബ് എന്ന പേര്, ആ പേരിൽ നിനക്കുള്ള പാഠമേതോ, നീ എങ്ങനെ അള്ളാഹുവിൻ്റെ അടിമയായിരിക്കണോ അതിലും വലുതാണ് റബ്ബിൻ്റെ അള്ളാഹു എന്ന പേരിലൂടെ നിനക്കുള്ള പാഠം. നമുക്കറിയാം റബ്ബിൻ്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരേതാണ്? അള്ളാഹ് എന്ന പേരാണ്. ആ പേരിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശേഷണം ഏതാണ്? ഉലൂഹിയത്താണ്. അവൻ മാത്രമാണ് ഇലാഹ് എന്നത്. അതാണ് നോക്കൂ അള്ളാഹുവിൻ്റെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ട്? കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീ അള്ളാഹുവിൻ്റെ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ അടിമയാവുക എന്നത്. അതിനാണ് അള്ളാഹു നിന്നെ പടച്ചത് തന്നെ. അതില്ല എങ്കിൽ ആ ഇലാഹിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ അവനുള്ള പ്രതീക്ഷയും അങ്ങേയറ്റത്തെ അവനെക്കുറിച്ചുള്ള ഭയവുമില്ലാതെ നിൻ്റെ ജീവിതം ഇല്ല. നിൻ്റെ ഹൃദയത്തിന് ജീവനില്ല, അതിനാത്മാവില്ല. ഈ മൂന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഹൃദയത്തിൻ്റെ അമാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ. അള്ളാഹുവിനോടുള്ള സ്നേഹവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും അവനെക്കുറിച്ചുള്ള ഭയവും. മഹബ്ബത്തും ഖൗഫും റജാവും. പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചത് കാണാം, മുഹർരിക്കാത്തുൽ ഖുലൂബ് ഇലാ അല്ലാമിൽ ഗുയൂബ്. ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് സഞ്ചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂന്നെണ്ണം. ബാക്കിയുള്ള ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളെല്ലാം യഥാർത്ഥം അതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. മഹബ്ബത്തും ഖൗഫും റജാവും. അപ്പോൾ നോക്കൂ, ഇങ്ങനെ റബ്ബിനെ, ഇത് മൂന്നുമില്ലാതെ ഇബാദത്തില്ല. ഇങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മെ പടച്ചത്. നോക്കൂ, ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് അതിൽ വീഴ്ച വരുത്തിയവരെ അള്ളാഹു വെറുക്കുന്നത് പോലെ മറ്റാരെയും അള്ളാഹു വെറുക്കുന്നില്ല. അവരെ ശിക്ഷിക്കുന്നത് പോലെ അള്ളാഹു മറ്റാരെയും ശിക്ഷിക്കുകയില്ല. അതുപോലെ അതിൽ വീഴ്ച വരുത്തിയവൻ്റെ മനസ്സിൽ വന്നു ചേരുന്ന കറ പോലെ മറ്റൊരു കറയില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൽ പങ്കുചേർത്തവർ നജസുൻ. എന്താണത്? ഷിർക്കിൻ്റെ നജാസത്താണത്, ഷിർക്കിൻ്റെ കറയാണത്. അതുകൊണ്ടാണ് അത് ശരീരത്തിലെ നജസല്ല. എന്നാൽ അള്ളാഹുവിൽ പങ്കുചേർത്ത ഒരുവന് നമ്മളവനെ സ്പർശിക്കുകയോ അവൻ്റെ ശരീരം തൊട്ടുപോവുകയോ ചെയ്താൽ അത് കഴുകേണ്ടതില്ല. കാരണം അത് ഹസ്സിയായ നജാസത്തല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. തൊട്ടാൽ അനുഭവവേദ്യമായ നജാസത്തല്ല, മറിച്ച് അവൻ്റെ ഉള്ളിലുള്ള ഷിർക്കിൻ്റെ നജാസത്താണ്. സുബ്ഹാനല്ലാഹ്. ഇതിനാണ് അള്ളാഹു പടച്ചത്. അള്ളാഹുവിൻ്റെ നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള പ്രശ്നം ഇതിലായിരുന്നു. കിതാബുകൾ മുഴുവൻ അള്ളാഹു അവതരിപ്പിച്ചത് ഇതിനാണ്. സ്വർഗവും നരകവും വേർതിരിയുന്നത് ഇതിൻ്റെ പേരിലാണ്. സ്വർഗ്ഗക്കാരും നരകക്കാരും വേർതിരിയുന്നത് ഈ കാര്യത്തിൻ്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പേര്. നോക്കൂ നിങ്ങൾ, ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം
ഒരു കിഫത്തിലും ഒരു തുലാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഭാരം തൂങ്ങും. എന്താണ് ആ വാക്ക്? ആലോചിച്ച് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വാക്കില്ല. അഫ്ദലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതൊരാൾ ചൊല്ലുമ്പോൾ നോക്കൂ, അതിൻ്റെ പ്രത്യേകതയാണ് തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ അത് ഒരാൾക്ക് ചൊല്ലാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അത് ഉച്ചരിക്കുമ്പോൾ വായുടെ മുൻഭാഗം കൊണ്ട്, ചുണ്ടുകൊണ്ട്, വായുടെ പുറം ഭാഗം കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ അതിലില്ല, എല്ലാം ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ സൂചനയുണ്ട്, ഇത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, പുറമേക്ക് വന്നതുകൊണ്ട് കാര്യമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അത് എഴുതുമ്പോൾ അതിനൊരു പുള്ളി, ഒരു കുത്തു നീടേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ പ്രത്യേകതയാണ് എന്ത്? അതിലൊരു പുള്ളി ഇടേണ്ട അക്ഷരമില്ല. ഏതുപോലെ അതിലൊരു പുഴുക്കുത്തും ഉണ്ടാകാൻ പാടില്ല എന്നതുപോലെ അതിൽ ഒരു കുത്തുമുണ്ടാകാൻ, ഒരു കറുത്ത പുള്ളിയും ഉണ്ടാകാൻ പാടില്ല എന്നതുപോലെ അത് അത്രയും ശുദ്ധമായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു മുഴുവൻ നബിമാർക്കും വഹി നൽകിയ കാര്യം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. താങ്കൾക്ക് മുമ്പുള്ള മുഴുവൻ റസൂലുകൾക്കും നാം വഹി നൽകിയത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കാരനില്ല, അതുകൊണ്ട് എന്നെ ആരാധിക്കുക. ആകാശഭൂമികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മനുഷ്യൻ എതിര് ചെയ്യുന്നത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദം, അതേക്കുറിച്ച് എന്താണ് അള്ളാഹു പറഞ്ഞത്? ആകാശം പൊട്ടിപ്പിളരുമാറാകും, ഭൂമി വിണ്ടുകീറുമാറാകും, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകും അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്നവർ പറഞ്ഞതിനാൽ. ആകാശഭൂമികൾക്ക്, പർവ്വതങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല ശിർക്ക്, അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത്. സ്വർഗം അവന് ഹറാമാണ്, സ്വർഗം അവന് ഹറാമാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അവന് ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവൻ എന്നേക്കുമായി ആട്ടിയകറ്റപ്പെടും. റബ്ബിൻ്റെ റഹ്മത്ത് എങ്ങനെയുള്ള റഹ്മത്താണ്! സുബ്ഹാനല്ലാഹ്, അവൻ്റെ റഹ്മത്ത് എത്ര വലുതാണ്! അതിൽ നിന്നൊരുവൻ ആട്ടിയകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ തിന്മയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, രണ്ട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്, രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ആണ് തൗഹീദുൽ ഉലൂഹിയ്യ സ്ഥാപിച്ചിട്ടുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട ന്യായങ്ങൾ. ഒന്ന്, അള്ളാഹുവിന് പുറമെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഇലാഹിനും ഉലൂഹിയ്യത്തിൻ്റെ യാതൊരു സവിശേഷതയും ഇല്ല എന്നതാണ്. ഇലാഹാകാനുള്ള യാതൊരു സവിശേഷതയും ഇല്ല. എന്തുകൊണ്ട്? അവയെല്ലാം സൃഷ്ടികളാണ്. ഒരു മഖ്ലൂക്ക് എങ്ങനെ വേറൊരു മഖ്ലൂക്കിനെ ആരാധിക്കും? ഒരു മഖ്ലൂക്ക് വേറൊരു മഖ്ലൂക്കിനെ എങ്ങനെ ആരാധിക്കും? അള്ളാഹു അല്ലാത്തവരൊക്കെ മഖ്ലൂക്കാണ്. അതുപോലെ നോക്കൂ, യാതൊരു ഉപകാരവും തന്നെ ആരാധിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് സാധ്യമല്ല. അവനവൻ്റെ അതിൻ്റെ ഉപകാര ഉപദ്രവങ്ങൾ പോലും അതിൻ്റെ കയ്യിലല്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക? ഉപദ്രവങ്ങൾ തടുക്കാൻ സാധ്യമല്ല, അവനവന് വരുന്ന ഉപദ്രവം പോലും അതിനെ തടുക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇലാഹുകൾ, പലരും ആരാധിച്ച ഇലാഹുകൾ രോഗം വന്ന് മരിച്ചു പോകുന്നത്. അവരാരാധിച്ച ഇലാഹുകൾ അതാ മരിച്ചിരിക്കുന്നു. അവരുടെ ഇലാഹുകളെ മണ്ണിലമർത്തിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം അവർക്ക് സാധ്യമല്ല. അപ്പോൾ നോക്കൂ, അവരുടെ കയ്യിൽ ജീവിതം അവരുടെ കയ്യിലല്ല, ഹയാത്ത് അവരുടെ കയ്യിലല്ല, മൗത്ത് അവരുടെ കയ്യിലല്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ അവർക്ക് യാതൊരു പങ്കുമില്ല. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ദർറൻ വലാ നഫഅൻ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. അള്ളാഹു പറയുന്നു, റബ്ബിന് പുറമെ ഇലാഹുകളെ അവർ സ്വീകരിച്ചു, ഒന്നും അവർ പടക്കുന്നില്ല. അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവരുടെ ഉപകാരോപദ്രവങ്ങൾ അവരുടെ കയ്യിലല്ല. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, ജീവിതമോ മരണമോ
മരണത്തിന് ശേഷമുള്ള പുനരുദ്ധാനമോ അവരുടെ കൈകളിലല്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു മിസ്കാലു ദർറത്ത് പോലും അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് സൂറത്തു സബയിലെ ആയത്തുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഷിർക്കിൻ്റെ അടിവേര് പിഴുതെടുക്കുന്ന ആയത്തുകളാണ്. സൂറത്തു സബയിലെ 22-23 ആയത്തുകൾ. എന്താണ് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത്? ഖുൽ ഉദ്ഉ ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്കാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാ ലഹു മിൻഹും മിൻ ളഹീർ വലാ തൻഫഉ ശഫാഅതു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്. അള്ളാഹു പറഞ്ഞു, റബ്ബിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്കൂ. ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു മിസ്കാലു ദർറ, ഒരു ഉറുമ്പിൻ്റെ തൂക്കം പോലും അവരുടെ കയ്യിലില്ല. അതുപോലെ അള്ളാഹു അവർക്കതിലൊരു ശിർക്കുമില്ല, ഒരു പങ്കുമില്ല. അള്ളാഹു അവരിൽ നിന്നൊരു സഹായിയെ സ്വീകരിച്ചിട്ടുമില്ല. ആകാശങ്ങളിൽ ഭൂമിയിൽ ഒന്നും അവരുടെ ഉടമസ്ഥതയിലില്ല. പോകട്ടെ ഒരു ഷെയറെങ്കിലും, അള്ളാഹു ചിലതിൽ അവരെ പങ്കുചേർക്കുക എന്നതെങ്കിലും അതുമില്ല. പിന്നെ ഉള്ളത് അള്ളാഹു അവരിൽ നിന്നൊരു സഹായം സ്വീകരിക്കുക, അതും ഉണ്ടായിട്ടില്ല. ഇനി ആകെ എന്തേ ബാക്കിയുള്ളൂ? അള്ളാഹുവിനോട് ഇവർ കാര്യം പറഞ്ഞു കൊടുക്കുക, ശുപാർശ പറയുക, അതുമില്ല. അള്ളാഹു അനുവദിച്ചവർക്കല്ലാതെ അവനോട് ശുപാർശ പറയുക സാധ്യമല്ല. റബ്ബ് അനുവദിച്ചവർക്കല്ലാതെ അവനോട് ശുപാർശ പറയുക സാധ്യമല്ല. അപ്പം നോക്കൂ, ഞാൻ പറഞ്ഞു തൗഹീദുൽ ഉലൂഹിയ്യ ഖുർആനിൽ അള്ളാഹു സ്ഥാപിച്ചത് പ്രധാനമായ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നിതാണ്. എന്താണ് ഒന്നാമത്തേത്? മുശ്രിക്കുകളുടെ ഇലാഹുകൾക്ക് ഇലാഹാകാനുള്ള യോഗ്യതയില്ല. എന്താണ് ഇലാഹാകാനുള്ള യോഗ്യത? ഖാലിഖായിരിക്കണം ഇലാഹ്. അവർ മഖ്ലൂഖുകളാണ്. ഉപകാരോപദ്രവങ്ങൾ അവരുടെ കയ്യിലല്ല. ജീവിതമോ മരണമോ പുനരുദ്ധാനമോ ആകാശഭൂമികളിൽ എന്തെങ്കിലും പങ്കോ അവർക്കില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ന്യായം, നമുക്കറിയാവുന്നതുപോലെ ഈ മുശ്രിക്കുകൾ അവർ സൃഷ്ടിച്ചതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണെന്ന് അംഗീകരിച്ചവരാണ്. എന്നിട്ടെന്താണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് എന്നതാണ് റബ്ബിൻ്റെ ചോദ്യം. ഇത് ഖുർആനിൽ ആവർത്തിച്ച് കാണാം. ഏത് കാലത്തും ഷിർക്കിൻ്റെ ആളുകൾക്ക് ഒരിക്കലും മറുപടി പറയാൻ പറ്റാത്ത കാര്യം ഇതാണ്. ഒരിക്കലും ഇതിന് മറുപടി പറയുക സാധ്യമല്ല. ഈ രണ്ട് കാര്യങ്ങൾക്കും അതുകൊണ്ട് തൗഹീദ് പറയേണ്ടതൊക്കെ ഈ 2 കാര്യം വെച്ചിട്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ ഇലാഹുകൾക്ക് അവരവരുടെ കാര്യം പോലെ അവരുടെ കയ്യിലല്ല. ബദരീങ്ങളെ ഉപകാരോപദ്രവങ്ങൾ തടുക്കാൻ, പട്ടിണി മാറാൻ ബദരീങ്ങളെ വിളിച്ചു തേടാറുള്ളൂ. ബദരീങ്ങളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എത്രയോ ദിവസങ്ങൾ, മാസക്കണക്കിന് പട്ടിണിയിലായിരുന്നു. ബദരീങ്ങൾ പലരും അങ്ങനെയായിരുന്നു, ഫക്കീറുകളായിരുന്നു, മിസ്കീനുകളായിരുന്നു. നോക്കൂ, അവർ ഇങ്ങനെ അവരോട് ഫക്കറിന് ഒരാൾ ദാരിദ്ര്യത്തിന് വിളിച്ചു തേടുക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. ഒന്നാമത്തെ ന്യായം അതാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അള്ളാഹുവാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സൂറത്ത് യൂസുഫിൻ്റെ അവസാനം നോക്കൂ, അള്ളാഹു പറഞ്ഞത് ഈ ഒരായത്ത് മാത്രം മതിയാവും. അള്ളാഹു പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ഇല്ല വഹും മുശ്രിക്കൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഈമാനുമുണ്ട്, ശിർക്കുണ്ട്. പക്ഷേ ഈ ശിർക്ക് കൊണ്ട് ആ ഈമാൻ പ്രയോജനപ്പെടുകയില്ല. അത് നോക്കുക, ആ ആയത്തിൽ 2 ഈമാനും ശിർക്കും പറഞ്ഞത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഷിർക്ക് കൊണ്ടല്ലാതെ ഷിർക്ക് ചെയ്തിട്ടല്ലാതെ അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. എന്താ പറഞ്ഞ ഈമാൻ? ഉണ്ടെന്ന് പറഞ്ഞ ഈമാൻ എന്താണ്? റുബൂബിയത്തിലുള്ള ഈമാനാണ്. അള്ളാഹു ഉണ്ട്, അവനാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത്, ഉപകാരോപദ്രവങ്ങൾ അവൻ്റെ കയ്യിലാണ് എന്ന വിശ്വാസമാണ്. ഷിർക്ക് എന്താണ്? ഇബാദത്തുകളുടെ കാര്യം വന്നാൽ, അവർ അള്ളാഹുവിന് അങ്ങോട്ട് നൽകേണ്ടത് വന്നാൽ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. രണ്ടും അള്ളാഹു ആയത്തിൽ പറഞ്ഞിരിക്കും. സൂറത്ത് യൂസുഫിലെ അവസാന ഭാഗത്തുള്ള ആയത്താണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അതിന് പല ന്യായങ്ങളും. ആ ഷിർക്കിന് അവർ പറഞ്ഞു, അള്ളാഹു എങ്കിൽ ശുപാർശക്കാരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളെ അടുപ്പിക്കേണ്ട ആളുകളാണിവർ. ഇതൊക്കെ അവരുടെ ന്യായങ്ങളായിരുന്നു. ഈ വാദങ്ങളെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തകർത്തെറിഞ്ഞിരിക്കുന്നു. ഈ 2 കാര്യങ്ങളിലൂടെ തൗഹീദുൽ ഉലൂഹിയ്യ സ്ഥാപിച്ചത് ഈ 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, മുശ്രിക്കുകളുടെ ഇലാഹുകൾക്ക് ഉലൂഹിയത്തിൻ്റെ യാതൊരു സവിശേഷതയുമില്ല.
രണ്ടാമത്തേത് മുശ്രിക്കുകൾ അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് നിയന്താവ്, അവനാണ് ഉപകാരോപദ്രവങ്ങൾ അവൻ്റെ കയ്യിലാണ്. ഇത് അംഗീകരിച്ചിരുന്നു. ഖുർആൻ ഓതുമ്പോൾ നോക്കൂ, ഈ ആയത്തുകൾ ശ്രദ്ധിച്ച് നോക്കൂ. ഈ രണ്ട് ന്യായങ്ങൾ അള്ളാഹു ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് കാണാം. ഇതാണ് ദഅവത്തിൽ ഇത് തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ആളുകളോട് പറയുമ്പോൾ അവരുടെ ഇലാഹുകളെ കുറിച്ച് പറയുക. നോക്കി ഇവയ്ക്ക് എന്ത് സാധിക്കും? അവരുടെ ജീവിതമോ മരണമോ അവരുടെ കയ്യിലാണോ? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പ്രിയപ്പെട്ടവർ നബിയുടെ കൺമുന്നിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം അപകടങ്ങളിൽ, മുശ്രിക്കുകൾ ഒരുക്കി വെച്ച കെണികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുകയും നബിയുടെ ശരീരത്തിന് പോറലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹല്ല. അള്ളാഹുവിൻ്റെ നബിമാർക്ക് രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നിശ്ചയിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാനപ്പെട്ട ഹിക്മത്ത് എന്താണ്? അവർക്ക് ഉലൂഹിയത്തില്ല എന്ന് സ്ഥാപിക്കാനാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ നബിമാർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ, കടുത്ത പരീക്ഷണങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, രോഗങ്ങൾ അള്ളാഹു നിശ്ചയിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്ത് ഉമ്മത്ത് പാഠം ഉൾക്കൊള്ളാനാണ്. എന്ത്? ഇവർ ഇലാഹുകളല്ല, ഇത് നമ്മൾ പറഞ്ഞതല്ല, ഇവർ അബ്ദുൽ വഹാബ് പറഞ്ഞതല്ല, റഹിമഹുല്ലാ. പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശറഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിന് രോഗം വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുകൊണ്ട് പ്രയാസമുണ്ടാകും. നവവി പറഞ്ഞത് കാണാം, അള്ളാഹുവിൻ്റെ നബിമാർക്ക് ഈ ഉലൂഹിയത്തിൻ്റെ യാതൊരു സവിശേഷതകളുമില്ല എന്നറിയിക്കുക, അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. റബ്ബ് ഇത് നിശ്ചയിച്ചതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമാണത് എന്ന് പറഞ്ഞത് കാണാം. ഇത് പറഞ്ഞു കൊടുക്കുക. രണ്ടാമതോ മുശ്രിക്കുകളുടെ വിശ്വാസം പറയുക. അവർ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചവരാണ്, ഖാലിഖ് അവനാണെന്ന് വിശ്വസിച്ചവരാണ്. എന്നിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തരും. അവർ അള്ളാഹു മുശ്രിക്കെന്ന് വിളിച്ചു. നിങ്ങൾ ഈ ചെയ്യുന്നതും അവരാ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നോക്കൂ. തൗഹീദ് സ്ഥാപിക്കാൻ ഇതുപോലെ ശക്തമായ ന്യായം വേറെയില്ല. നോക്കൂ, ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലടുത്ത്. അവനാണ് ഇലാഹ് എന്ന വിശ്വാസം. അതിലായി മരിച്ചാൽ ഒരാൾ രക്ഷപ്പെട്ടു. മറ്റെന്തെല്ലാം എന്തെല്ലാം പാളിച്ചകൾ അയാളിലുണ്ട് എങ്കിലും അയാളുടെ അന്തിമഗേഹം സ്വർഗമാണ്. തൗഹീദിലായി മരിച്ചാൽ യാതൊരു സംശയവും അക്കാര്യത്തിലല്ല. എന്തെല്ലാം പാളിച്ചകൾ അയാളിലുണ്ടായാലും അയാളുടെ അന്തിമ സങ്കേതം സ്വർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൽ ജന്ന, മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ഒരുത്തൻ മരിച്ചാൽ അവൻ നരകത്തിലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരുവൻ മരിച്ചാൽ അവൻ സ്വർഗത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ് പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, ഓ ആദമിൻ്റെ പുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا أتيتك بقرابها مغفرة. മനുഷ്യ, നീ ഭൂമിയോളം തിന്മകളുമായി എൻ്റെ അരികിൽ വരികയും എന്നിട്ട് എന്നെ പങ്കുചേർക്കാത്ത നിലയിൽ ശിർക്കില്ലാത്ത അവസ്ഥയിൽ നീ എന്നെ കണ്ടുമുട്ടുകയും ചെയ്താൽ അതൈതുക ബിഖുറാബിഹ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ മുആദ് ലബ്ബൈക വസഅദൈക, യാ മുആദ്. വീണ്ടും വീണ്ടും വിളിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. അള്ളാഹുവിനോട് പടപ്പുകൾക്കുള്ള ബാധ്യതയും പടപ്പുകളോട് അള്ളാഹുവിനുള്ള ബാധ്യതയും എന്താണെന്ന് നിനക്കറിയുമോ? അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അറിയുക. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹുവിനോട് പടപ്പുകൾക്കുള്ള ബാധ്യത അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിനോട് അള്ളാഹു പടപ്പുകളോട് ബാധ്യതയായി ഏറ്റിട്ടുള്ളതാണെന്ത്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈആ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവനെ അവൻ ശിക്ഷിക്കുകയില്ല. അള്ളാഹു ബാധ്യതയായി ഏറ്റിട്ടുള്ളതാണ്. അദാബിൽ നിന്ന് സലാമത്ത് ശിർക്ക് ചെയ്യാത്തവനുണ്ട്. ഒന്നുകിൽ അതെന്ത് സലാമത്താണ്? തീരെ ശിക്ഷ സ്പർശിക്കാതെ സ്വർഗത്തിൽ പോകാനുള്ള ശിക്ഷയിൽ നിന്നുള്ള അമ്നാണ്. അള്ളാഹു അക്കൂട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തേത്, ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും ഒടുവിൽ
സ്വർഗത്തിലെത്തുമെന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. കാരണം അവൻ്റെ തിന്മകൾ ഭൂമിയിൽ പരീക്ഷണങ്ങൾ കൊണ്ട്, പാപമോചനം കൊണ്ട് ഒന്നും ശുദ്ധീകരിക്കപ്പെടാത്ത തിന്മ ബാക്കിയുണ്ടോ, നരകത്തിൽ അള്ളാഹു അവനെ ശുദ്ധീകരിക്കും. പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ഒടുവിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലായി മരിക്കുക, അതിനുള്ള ഭാഗ്യം മറ്റൊന്നില്ല. തൗഹീദുമായി ഒരാൾ അള്ളാഹുലേക്ക് യാത്രയാവും. അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാവും. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായോ ദഖലൽ ജന്ന, സ്വർഗത്തിനാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതുകൊണ്ട് നോക്കൂ, ഇതുപോലെ വിലപ്പെട്ട വേറൊരു കാര്യമില്ല തൗഹീദ് പോലെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുപോലെ വിലയേറിയ മറ്റൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുശ്രിക ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർത്ത് പോകരുത്. വഇൻ ഖുത്തിഅത ഔ ഹുർരിഖ്ത, നീ തുണ്ടം തുണ്ടമായി ഛേദിക്കപ്പെട്ടാലും, നിന്നെ ആളുകൾ കത്തിച്ച് കരിച്ചു കളഞ്ഞാലും, ലാ തുശ്രിക ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി എല്ലാ ത്യാഗങ്ങളും സഹിച്ചത് അത് ഇത്രയും വലുതാണ്. റബ്ബിൻ്റെ ഏറ്റവും വലിയ ഹക്കാണത് എന്നതുകൊണ്ടാണ്. റബ്ബിൻ്റെ ഏറ്റവും വലിയ ബാധ്യത, റബ്ബിൻ്റെ ഏറ്റവും വലിയ അവകാശം, അള്ളാഹുവിനോടുള്ള പടപ്പുകളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ലംഘിക്കപ്പെടുന്നത് കാണുമ്പോൾ ഈമാനുള്ളവർക്ക് ഏറ്റവും വേദന അത് കാണുമ്പോൾ ഉണ്ടാകുന്നത്. അതിനോളം വേദന മറ്റ് ഒന്ന് കാണുമ്പോഴും തൗഹീദ് ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ ഹഖീഖത്ത് ഉൾക്കൊണ്ട ഒരാൾക്ക് ഉണ്ടാവാത്തത് അതുകൊണ്ടാണ്. നോക്കിയതാ ഈ സമയത്ത് നമ്മൾ ഏറ്റവും ഓർക്കേണ്ട, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ പേര് ആരുടെ പേരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിൻ്റെ ഇമാമാണ്. തൗഹീദിനു വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനു വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം അതാ തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. സ്വന്തം പിതാവ് ഉപേക്ഷിക്കുക. പിതാവ് പറയുകയാണ്, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എൻ്റെ ഇലാഹുകളെ കുറിച്ച് അതിനെ അവഗണിക്കുന്നുവോ, ഇത് നിർത്തിയില്ല എങ്കിൽ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നാണ് സ്വന്തം ഉപ്പ പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉപേക്ഷിച്ചു പോകേണ്ടി വരികയാണ്. ജനങ്ങളോട് തൗഹീദ് സംസാരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ആരാധിച്ചിരുന്ന ജനങ്ങളോട് അവരെ തൗഹീദ് പഠിപ്പിക്കുകയാണ്. ഭരണാധികാരിയോട്, രാജാവിൻ്റെ മുന്നിൽ ചെന്ന് പറയുകയാണ്, തൗഹീദ് പറയുകയാണ്. എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. റബ്ബി അല്ലദി യുഹ്യി വ യുമീറ്റ്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബാണ്. തീയിലേക്ക് ആളുകൾ വലിച്ചെറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു എന്നാണ്, എന്ത് ചെയ്യണമെന്ന്. എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, വ നിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. തീയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം വലിച്ചെറിയപ്പെട്ടു. റബ്ബിനു വേണ്ടി ജീവിച്ച തൗഹീദ്, അതിനുവേണ്ടി ഒറ്റക്ക്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആ തൗഹീദ് പറയുമ്പോഴുള്ള പ്രായം തഫ്സീറുകളിൽ കാണാം, വളരെ ചെറിയ പ്രായമായിരുന്നു, 20-ൽ താഴെ പ്രായം മാത്രം. ഈ ജനങ്ങൾക്ക് മുന്നിൽ തൗഹീദുമായി എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രായം എത്ര? 20-ൽ താഴെ മാത്രം പ്രായം. അങ്ങനെ ജനങ്ങളോട് തൗഹീദ് പറയുക, അതിനുവേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത ഇബ്രാഹിം അലൈഹിസ്സലാം, തൗഹീദ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കൂടെ സ്മരിക്കപ്പെടുന്നു. അള്ളാഹു പറഞ്ഞു, അസ്ലിം, അള്ളാഹുവിന് കീഴ്പ്പെടുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. തൗഹീദിൻ്റെ പൂർത്തീകരണമാണ് എന്ത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുകയും അള്ളാഹു വിലക്കിയത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്നത് തൗഹീദിൻ്റെ തഹ്ഖീഖിൽപ്പെട്ടതാണ്, അതിൻ്റെ സാക്ഷാത്കാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് ചേലാകർമ്മം ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ ഇബ്രാഹിം നബിക്ക് 80 വയസ്സ് പ്രായമുണ്ടായിരുന്നതാണ്. 80 വയസ്സ് പ്രായം. അള്ളാഹു അത് കൽപ്പിച്ചു, ഒരു പ്രയാസവുമില്ല. അള്ളാഹു കൽപ്പിച്ചപ്പോൾ അത് നടപ്പിലാക്കി.
മകനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അറുക്കാൻ പറഞ്ഞു. ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. അതുപോലെ ആ പ്രായമെന്ന് പറയുന്നത് സഅയ്യെത്തിയ പ്രായമെന്നാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഫലമ്മ ബലഗ മഅഹു സഅയ്യ. എന്താണ് ആ പ്രായമെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഉപ്പമാർക്ക് പിതാക്കൾക്ക് മക്കളോട് ഏറ്റവും സ്നേഹം തോന്നുന്ന പ്രായമാണ്. കാരണം ഉപകാരങ്ങളുണ്ട്, കുട്ടി ഉപകാരത്തിനൊക്കെ എത്താൻ തുടങ്ങും. എന്നാൽ ഉപദ്രവങ്ങളോ അനുസരണക്കേടോ ധിക്കാരമോ ഒന്നും കാണിക്കാത്ത ഒരു പ്രായമാണ്. ആ പ്രായത്തിനാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് റബ്ബ് അറുക്കാൻ കൽപ്പിക്കുന്നത്. അറുക്കാൻ കൽപ്പിക്കും, മകൻ അറുക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അത് എന്തൊരു കൽപ്പനയാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം അത് നടപ്പിലാക്കാനാണ് മകനെയും കൂട്ടി ചെന്നത്. ഫലം അസ്ലമ വതല്ലഹുൽ ജബീൻ. നെറ്റി താഴ്ത്തിയിട്ടാണ് കിടക്കാൻ പറഞ്ഞത്. നെറ്റി താഴ്ത്തി മുഖം കവിഴ്ത്തി കിടത്തി. എന്തിനു വേണ്ടിയാണ്? മുഖം കാണാതിരിക്കാൻ. അറുക്കുമ്പോൾ മുഖം കാണാതിരിക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ ആടിനെ ഇറക്കി നൽകുകയും ആ പ്രതിഫലമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. റബ്ബിന് വേണ്ടി മകൻ അടുത്ത പ്രതിഫലമാണ് ആർക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്. കാരണം ഒരു അമർ, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന അവൻ കൽപ്പിക്കുകയും നടപ്പിലാക്കാൻ ഒരാൾ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. നടപ്പിലാക്കപ്പെടുന്നതിന് മുൻപ് അള്ളാഹു ആ കൽപ്പന ദുർബലപ്പെടുത്തിയാൽ, നസ്ഖ് വന്നാൽ ചെയ്ത പ്രതിഫലമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 50 വക്ത് നിസ്കാരം നിർബന്ധമാക്കി. അതിനു പിന്നുള്ള ഒരു ഹിക്മത്ത് അതാണ്. കാരണം എന്താണ്? അത് നടപ്പിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാണ്. തിരിച്ചു വന്നപ്പോൾ മൂസ അലൈഹിസ്സലാം റബ്ബിനോട് തഖ്ഫീഫ് ചോദിക്കാൻ, ഇളവ് ചോദിക്കാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ 5 നേരത്തെ നിസ്കാരമാക്കി ഒടുവിൽ. എന്നിട്ട് റബ്ബ് പറഞ്ഞ എന്താണ്? ഹിയ ഖംസുൻ 5 എണ്ണമാണ്, എന്നാൽ അത് 50 എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ 5ഉം പ്രതിഫലത്തിൽ 50. 50 നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്. മനസ്സിലായില്ലേ? 50 നിസ്കാരം അതിൻ്റെ 10 ഇരട്ടി. കാരണം ഏത് അമലും അതിന് ഏറ്റവും ചുരുങ്ങിയ പ്രതിഫലം എത്രയാണ്? 10 ഇരട്ടിയാണ്. 5 നേരത്തെ നിസ്കാരം 50 നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണത്. പിന്നെ 10 ഇരട്ടിയും. കാരണം 10 ഇരട്ടി അത് എല്ലാ അമലിലും ഉള്ളതാണ്, അത് എല്ലാ പ്രവർത്തനത്തിലും ഉള്ളതാണ്. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഒരാൾ ഒരു നന്മ ചെയ്താൽ എത്രയാണ് ഏറ്റവും ചുരുങ്ങിയ മിനിമം പ്രതിഫലം എത്രയാണ്? 10. ഏത് നന്മക്കും മിനിമം 10 700 വരെ. പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി. അയാളുടെ നീയത്തിനും അയാളുടെ നന്മ ചെന്ന് ഭവിക്കുന്ന, അത് പോയി സംഭവിക്കുന്ന, അതുണ്ടാക്കുന്ന ഫലത്തിനുമൊക്കെ അനുസരിച്ച് എത്രയോ ഇരട്ടിയായി മാറും. ഏറ്റവും ചുരുങ്ങിയത് 10. തിന്മയോ 1. തിന്മക്ക് അതിന് തത്തുല്യമായ ഒരു ശിക്ഷ മാത്രമാണ്. അതുമാത്രമാണ് അള്ളാഹു രേഖപ്പെടുത്തുക. അതിന് കൂടാതെ ഇസ്തിഗ്ഫാർ ഉണ്ട്. പോരാ, ഒരാൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, തിന്മ ചെയ്യാൻ അവൻ തീരുമാനിച്ചു, എന്നിട്ട് റബ്ബിനെ പേടിച്ചിട്ട് അവൻ ഒഴിവാക്കുകയാണ്. അത് നന്മയായി രേഖപ്പെടുത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നത് നോക്കൂ, തൗഹീദിൻ്റെ സാക്ഷാത്കാരത്തിൽപ്പെട്ടതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചത് ചെയ്യുകയും അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യുന്നത് അതിൻ്റെ തഹ്ഖീഖിൽപ്പെട്ടതാണ്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കുക. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം, പൂർത്തീകരിക്കണം. പൂർണ്ണതയാണെന്ത്? തഹ്ഖീഖ് എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കുക. തൗഹീദിൻ്റെ തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അത് 2 തഹ്ഖീഖുണ്ട്. ഒന്ന് വാജിബായ തഹ്ഖീഖ്, 2 മുസ്തഹബായ തഹ്ഖീഖ്. വാജിബായ തഹ്ഖീഖ് എന്നാൽ എന്താണ്? തഹ്ഖീഖ് ഞാൻ നേരത്തെ പറയാം, തൗഹീദ് ഉണ്ടോ ഇല്ലേ എന്നുള്ള തൗഹീദ് തഹ്ഖീഖ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം. തഹ്ഖീഖ് ചെയ്യാത്തവനും എന്തുണ്ടാവും? തൗഹീദ് ഉണ്ടാവും. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കണം, സാക്ഷാത്കരിക്കലാണ്. തഹ്ഖീഖ് 2 ഇനമുണ്ട്. ഒന്ന് വാജിബായ തഹ്ഖീഖ്, 2 മുസ്തഹബായ തഹ്ഖീഖ്. നിർബന്ധമായ തഹ്ഖീഖുണ്ട്, പുണ്യകരമായ തഹ്ഖീഖുണ്ട്. നിർബന്ധമായ തഹ്ഖീഖ് എന്താണ്? തൗഹീദിൻ്റെ നിർബന്ധമായി പൂർത്തീകരിക്കേണ്ട ഭാഗങ്ങൾ, അതായത് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അള്ളാഹു വിലക്കിയത് ഉപേക്ഷിക്കുക. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക, അവൻ വിലക്കിയത് ഒഴിവാക്കുക. ചെറിയ ശിർക്കും ഉപേക്ഷിക്കുക. റിയാവ് പോലെയുള്ള ചെറിയ ശിർക്ക്. എന്താണ് വലിയ ശിർക്ക് പറയാത്തത്? കാരണം വലിയ ശിർക്ക് ഒരാൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവന് തഹ്ഖീഖല്ല ഇല്ലാത്തത്, തൗഹീദ് തന്നെ ഇല്ല. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആൾക്ക് അതിൻ്റെ മുകളിൽ അത് പൂർത്തീകരിക്കുന്ന പടിയാണ് തഹ്ഖീഖ്, സാക്ഷാത്കരിക്കുക. അപ്പോൾ വാജിബായ തഹ്ഖീഖുണ്ട്,
പുണ്യകരമായ തഹ്ഖീഖ്. നിർബന്ധമായ തഹ്ഖീഖ് നമുക്കൊക്കെ വാജിബായത് ചെറിയ ശിർക്ക് ഉപേക്ഷിക്കുക. അതായത് ആളുകളെ കാണിക്കാൻ വേണ്ടി നീ നന്മ ചെയ്യരുത്, അള്ളാഹുവിനോട് മാത്രം ചെയ്യുക. ദുനിയാവിന് വേണ്ടി ചെയ്യരുത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് മാത്രം ചെയ്യുക. അതുപോലെ നോക്കൂ, അള്ളാഹു ഹറാമാക്കിയത് ഉപേക്ഷിക്കുക, അള്ളാഹു വാജിബാക്കിയത് ചെയ്യുക. ഈ തഹ്ഖീഖ് ഒരാൾ പാലിച്ചുവോ അവനുള്ളത് സ്വർഗമാണ്. നരകം അവനെ സ്പർശിക്കുകയില്ല. നരകം അവനെ സ്പർശിക്കുകയില്ല, അവൻ നേരെ സ്വർഗത്തിനാണ്. ഇത് ചെയ്തവനാണ് സ്വർഗത്തിലെ ബഹുഭൂരിപക്ഷം പേരും. ഭൂരിപക്ഷം ഇവരാണ്. എന്നാൽ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അവർ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണ്. അവർ വാജിബായ തഹ്ഖീഖ് മാത്രമല്ല, സുന്നത്തായ തഹ്ഖീഖ് കൂടിയുണ്ട്, മുസ്തഹബായ തഹ്ഖീഖ് അതും കൂടി പാലിച്ചവരാണ്. അതെന്താണ്? അത് സുബ്ഹാനല്ലാഹ് പറയുക വളരെ എളുപ്പമാണ്. പക്ഷെ ആ സ്ഥാനത്തെത്തുക വളരെ 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 കുറച്ചാളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. വളരെ കുറച്ചാളുകൾക്ക് മാത്രം. അത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം പരമാവധി അള്ളാഹു സുന്നത്താക്കിയ കാര്യങ്ങൾ, അവൻ പുണ്യകരമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. ഹറാമുകൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം കറാഹത്തുകൾ, അഥവാ ഹറാമിനോട് ചെയ്താൽ ശിക്ഷയില്ല എങ്കിലും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കുക. അതുപോലെ മുബാഹുകൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കൂടി നീയത്ത് കൊണ്ട് പുണ്യകരമാക്കി തീർക്കുക. അനുവദിക്കപ്പെട്ട കാര്യമായിരിക്കും, ഹലാലായിരിക്കും, പക്ഷേ നീയത്ത് കൊണ്ട് അതെന്താവും? പുണ്യമായി മാറും. നീയത്ത് കൊണ്ട് ഹലാലായ കാര്യങ്ങൾ പുണ്യകരമായി മാറ്റുക. അതായത് അനുവദിക്കപ്പെട്ട കാര്യം തന്നെ, പക്ഷേ ചെയ്യുമ്പോൾ ഒരാൾ നല്ല നീയത്ത് വെക്കുകയാണ്. ഉദാഹരണത്തിന് ജോലി ചെയ്യുമ്പോൾ അയാൾ ഇതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ടാത്ത നല്ല അവസ്ഥ വരണം, അതുപോലെ ഇതുകൊണ്ട് സദഖ ചെയ്യാൻ, സാധുക്കളെ സഹായിക്കാൻ ഇതുകൊണ്ട് സാധിക്കണം പോലെയുള്ള നല്ല നിയത്തുകൾ ഒരാൾ കരുതിയാൽ അയാളുടെ ജോലിക്കും കച്ചവടത്തിനൊക്കെ അള്ളാഹുവിൽ പ്രതിഫലം ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ജനങ്ങളോടൊന്നും ചോദിക്കാതിരിക്കുക, ആളുകളോട് യാതൊന്നിനും ആവശ്യപ്പെടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബത്തിന് വസിയത്ത് നൽകിയ കാര്യമാണ് എന്ത്? ലാ തസ്അലു നാസ ഷൈഅൻ, ജനങ്ങളോട് യാതൊന്നും ചോദിക്കരുത്. അവരിൽ ചിലർ ഈ ഉപദേശം കിട്ടിയതിന് ശേഷം ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ കയറ് താഴെ വീണാൽ ഇറങ്ങിയിട്ടെടുക്കും. ഒരാളോടത് എടുത്തു തരാൻ പോലും പറയുക. ഇതെന്തുകൊണ്ടാണിത്? തൗഹീദിൻ്റെ അങ്ങേറ്റത്തെ പൂർത്തീകരണമാണ്. ഇത് സാധിക്കുന്നത് പോലെ ഒരാൾ ഈ ദറജയിൽ കൂടി എത്തുക, ഇത് ഈ ആളുകൾ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിലെ സാബിഖുകൾ, മുഖറബുകൾ എന്നൊക്കെ അള്ളാഹു സൂറത്തുൽ വാഖിഅയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആളുകളാണിവർ. സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. സൂറത്തുൽ വാഖിഅയുടെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വകുൻതും അസ്വാജൻ സലാസ, നിങ്ങൾ 3 കൂട്ടക്കാരായിത്തീരും. ആരാണ് 3 കൂട്ടർ? ഒന്ന് അസ്ഹാബുൽ യമീൻ, 2 അസ്ഹാബു ഷിമാൽ, 3 സാബിഖൂൻ അൽ മുഖറബൂൻ. അസ്ഹാബുൽ യമീൻ എന്നാൽ അവർ സ്വർഗ്ഗക്കാരാണ്, സ്വർഗത്തിൽ ഭൂരിപക്ഷവും അവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തൗഹീദിൻ്റെ വാജിബായ പൂർത്തീകരണം പൂർത്തീകരിച്ചവരാണ് അവർ. അവരാണ് സ്വർഗത്തിൽ അധിക പേരും. മുഖറബൂൻ സാബിഖൂൻ എന്ന് പറയാൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുന്നവരാണ്. മൂന്നാമത്തേത് വൽഇയാദു ബില്ലാഹ് അസ്ഹാബു ഷിമാൽ, നരകക്കാരായ ആളുകളാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആ സൂറത്തിൻ്റെ തഫ്സീറിൽ അതിൻ്റെ ഒടുവിൽ ഈ 3 കൂട്ടരെയും വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നമ്മെ ഇതിലേറ്റവും ഉന്നതരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരാളും എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ അരികിൽ റബ്ബിൽ നിന്ന് നീ ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കുമ്പോൾ അത് കുറച്ച് കളയരുത്. അള്ളാഹുവിനോട് നീ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? കുറക്കരുത്. നീ ഏറ്റവും ഉന്നതമായ പദവിക്ക് അള്ളാഹുവിനോട് ചോദിക്കുക. ചോദ്യം കൊണ്ട് അള്ളാഹു നിന്നെ അവിടെ എത്തിച്ചേക്കാം, ദുആ കൊണ്ട് അള്ളാഹു നിന്നെ അവിടെ എത്തിച്ചേക്കാം. ലാ യതഅലമുഹു ഷൈ, അള്ളാഹുവിന് യാതൊന്നും വലുതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഏറ്റവും അടിയിലുള്ള ദർജയിൽ, ഏറ്റവും താഴെയുള്ള ദർജയിൽ എത്തിച്ചേരണേ എന്ന് ദുആ ചെയ്യാനാണ് പറഞ്ഞത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ സഅൽതുമുല്ലാഹൽ ജന്നത ഫസ്അലൂഹുൽ ഫിർദൗസ്
فإنه أعلى الجنة وأوسطها وفوقها عرش الرحمن ومنه تفجر أنهار الجنة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കുക. അതാണ് ഏറ്റവും ഉന്നതവും ഏറ്റവും ശ്രേഷ്ഠവുമായ സ്വർഗം. അതിന് മുകളിലാണ് റബ്ബ് റഹ്മാനായ റബ്ബിൻ്റെ അർശ്. ഫിർദൗസിൻ്റെ മേൽക്കൂരയാണ് അള്ളാഹുവിൻ്റെ അർശ്. അവിടെ നിന്നാണ് സ്വർഗത്തിലെ നദികൾ അരുവികൾ പൊട്ടിയൊഴുകുന്നത്. അള്ളാഹുവിൻ്റെ അർശിന് കീഴിൽ നിന്നാണ് സ്വർഗത്തിൻ്റെ അരുവികളുടെ തുടക്കം. മനസ്സിലായില്ലേ? സ്വർഗത്തിലെ പാലിൻ്റെ അരുവി കാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലല്ല. സ്വർഗത്തിലെ തേൻ തേനീച്ചയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന തേനല്ല, മറിച്ച് അത് പ്രത്യേകമായി സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അവിടെയുള്ള പാലെന്തല്ല? കാലികളുടെ അകിടിൽ നിന്ന് വരുന്ന പാലല്ല, തേനീച്ചയിൽ നിന്ന് വരുന്ന തേനല്ല. കുഴികളിലൂടെയല്ല അവിടെയുള്ള നദികൾ ഒഴുകുന്നത്, മുകളിലൂടെയാണ് ഒഴുകുക. ഭൂമിയിലുള്ള നദികൾ അത് താഴെയാണ്, താഴ്ചയിലൂടെയാണ് ഒഴുകുന്നത്, വീണ മുങ്ങിപ്പോവും. എന്നാൽ സ്വർഗത്തിലെ നദികൾ മുകളിലൂടെയാണ് ഒഴുകുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചത് പ്രകാരം. അപ്പോൾ നോക്കൂ, ഈ ഉന്നതമായ സ്വർഗം ചോദിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നീ ഒന്നും നിസാരമായി കാണരുത്. തൗഹീദിൽ ഏറ്റവും ഉന്നതമായ അതിൻ്റെ തഹ്ഖീഖ് നടത്താനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഈ സംസാരിക്കുന്നയാൾ ആ തൗഹീദിൻ്റെ മുസ്തഹബായ തഹ്ഖീഖ് നടത്തിയ ആളായതുകൊണ്ടല്ല, മറിച്ചതെല്ലാം മുദാക്കറതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓർമ്മപ്പെടുത്തലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉപദേശവും മാത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മഹത്തരമായ ഫദ്ൽ കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മെ ആ പദവിയിൽ എത്തിച്ചു തരുമാറാകട്ടെ. അതിന് ഉള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ള ഉറച്ച വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഉന്നതമായ ചില പദവികളെക്കുറിച്ച് പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, നബി അത് വലിയ വലിയ നന്മകളിൽ അങ്ങേയറ്റം മുന്നേറി നബിമാരുടെയൊക്കെ പദവിയായിരിക്കുമല്ലോ അത്, നബിമാരുടെയൊക്കെ പദവിയായിരിക്കുമല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിച്ചൊരു കൂട്ടരാണ് അവർ. മനസ്സിലായില്ല? ഉറച്ച ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഒരു കാര്യം അത് ഞാൻ വിശ്വസിച്ചിരിക്കും, അള്ളാഹു കാര്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചിരിക്കും. ആ ഉറച്ച ഈമാൻ അവിടേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഈമാനിന് പ്രതിഫലം പ്രതീക്ഷിക്കണം. അമലുകൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ ഈമാനിന് അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കണം. അതുപോലെ നോക്കൂ, മഹത്തുക്കളോടുള്ള അള്ളാഹുവിൻ്റെ നബിമാരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അവരോടുള്ള മഹബ്ബത്ത്, സ്നേഹം അവരോടൊപ്പം എത്തിച്ചേരുന്ന കാര്യമാണ്. മനസ്സിലായില്ല? അവരോടുള്ള സ്നേഹം അവരുടെ കൂടെ എത്തിച്ചു തരുന്ന കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ സന്തോഷ വാർത്ത അറിയിക്കുന്ന വാക്കാണ്, അതോടൊപ്പം താക്കീത് നൽകുന്ന വാക്കുമാണത്. നീ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെ ആയിരിക്കും. സ്നേഹം ഫുസ്സാക്കുകളോടും കുഫാറുകളോടും ഒക്കെയാണോ അവരുടെ കൂടെ ആയിരിക്കും. സ്നേഹം അള്ളാഹുവിൻ്റെ നബിമാരോടും സാലിഹീങ്ങളോടും സഹാബത്തിനോടും അഇമ്മത്തിനോടൊക്കെയാണോ അവരുടെ കൂടെ ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് എപ്പോഴാണ്? ഒരാൾ വന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, മതസ്സാഅ, നബി എപ്പോഴാണ് അന്ത്യനാൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അദത്ത ലിദാലിക്, വമാ അദത്ത, നീ അതിനു വേണ്ടി എന്ത് ഒരുക്കി വെച്ചത്, എന്തിൻ്റെ കയ്യിലുള്ളത്? പണ്ഡിതന്മാർ പറയുകയുണ്ടായിട്ടുണ്ട്, ആ മറുപടിക്ക് പറയും ഹക്കീമിൻ്റെ മറുപടി. എന്താണത്? അതായത് ചോദിച്ച ചോദ്യത്തെക്കാൾ അയാൾക്ക് ആവശ്യമുള്ള കാര്യം ഏതോ അതിലേക്ക് അയാൾക്ക് സൂചിപ്പിച്ചു കൊടുക്കണം മറുപടി. കാരണം ഇദ്ദേഹം ചോദിച്ച എന്നാണ് അന്ത്യനാൾ? അന്ത്യനാൾ എന്നായാലും സംഭവിക്കുന്ന ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഡേറ്റ് അറിയുന്നതിനേക്കാളും പ്രാധാന്യം എന്താണ്? അതിനുവേണ്ടി ഒരുങ്ങലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അന്ത്യനാൾ എന്ന് ചോദിച്ച ആളോട് തിരിച്ചു ചോദിച്ചു, വമാ അദത്ത ലിദാലിക്, നീ എന്തേ അതിനുവേണ്ടി ഒരുക്കി വെച്ചത്, എൻ്റെ കയ്യിലെന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ അദത്തു ലഹ മിൻ കസീരി സലാത്തിൻ വലാ സദഖത്തിൻ വലാ സിയാം, നബി അതിനുവേണ്ടി കുറേ നിസ്കാരവും കുറേ നോമ്പും കുറേ സദഖയും എൻ്റെ കയ്യിലില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, പക്ഷെ അള്ളാഹുവിനെ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നു. ചില റിവായത്തുകൾ കാണാം, നബി ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുബ്ബല്ലാഹി വറസൂലഹ, അള്ളാഹുവിനോടും റസൂലിനോടുള്ള സ്നേഹമാണ് ഞാൻ ഒരുക്കി വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയാണ്.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഉത്തരം കേട്ടപ്പോൾ പറഞ്ഞു, ഫമാ ഫരിഹ്നാ ബഅദൽ ഇസ്ലാമി ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅ മൻ അഹ്ബബ്ത. നീ ആരെ സ്നേഹിക്കുന്നോ അവരുടെ കൂടെയാണെന്ന നബിയുടെ മറുപടി കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം പോലെ, ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാം കിട്ടിയല്ലോ എന്ന സന്തോഷം കഴിഞ്ഞാൽ അതുപോലൊരു സന്തോഷം ഞങ്ങൾ വേറെ സന്തോഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്നിട്ട് അനസ് പറഞ്ഞു, ഫഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു വഅബാ ബക്രിൻ വഉമർ വഅർജു അൻ അകൂന മഅഹും വഇല്ലം അഅമൽ ബിഅമാലിഹിം. ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ സ്നേഹിക്കുന്നു. അവരുടെ അത്ര അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ സ്നേഹം കൊണ്ട് അവരുടെ കൂടെ എത്തിച്ചേരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നോക്കൂ, സ്വർഗത്തിൽ ഉന്നത പദവികൾ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് എന്ത്? സ്നേഹിക്കുക. ആരെ? അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയൂ നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ പിൻപറ്റുക. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. അതുകൊണ്ട് അവരോടുള്ള സ്നേഹം മനസ്സിലുണ്ട്. ആ സ്നേഹമാണ് അവരെ പിൻപറ്റുന്നതിലേക്ക് നമ്മളെ നയിക്കുക. അവരുടെ ജീവിതത്തിനെതിരായി അവരെക്കുറിച്ച് മോശം പറയുമ്പോൾ നമുക്ക് ചോര തിളക്കുക അവരോടുള്ള മഹബത്ത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നോക്കൂ, തൗഹീദ് അതിൻ്റെ തഹ്ഖീഖ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലുള്ള പാഠമാണ് എന്ത്? തിന്മകൾ നമ്മുടെ തൗഹീദിൻ്റെ മാറ്റു കുറക്കും. ശരിയാണ്, തൗഹീദ് അത് പറ്റ ഇല്ലാതാകണമെങ്കിൽ ശിർക്ക് സംഭവിക്കണം. പക്ഷേ തൗഹീദിൻ്റെ മാറ്റു കുറക്കും എന്ത്? തിന്മകൾ. അള്ളാഹു വാജിബാക്കിയത് ഒഴിവാക്കുക, അത് തൗഹീദിൻ്റെ മാറ്റു കുറക്കും. തഹ്ഖീഖിൽ കോട്ടം സംഭവിക്കും. വളരെ വളരെ അതുകൊണ്ട് ശ്രദ്ധിക്കുക. തൗഹീദിലായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. ഖുർആൻ മുഴുവൻ എങ്ങനെ? അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ നേർക്ക് നേരെ തൗഹീദ് ശിർക്ക് ഉപേക്ഷിക്കണം എന്ന കൽപ്പന, അതാണ് ഖുർആനിലുള്ളത്. രണ്ടാമത് പിന്നെ ഖുർആനിൽ എന്താണുള്ളത്? രണ്ടാമത് ഖുർആനിലുള്ളത് കൽപ്പനകളും വിലക്കുകളുമാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദിൻ്റെ പൂർത്തീകരണമാണ്. മൂന്നാമത്തത് തൗഹീദുള്ളവരും അവരുടെ എതിരാളികളും തമ്മിലുള്ള പോരാട്ടവും അവരുടെ വിജയവും പരാജയവും. തൗഹീദുള്ളവരുടെ വിജയവും അല്ലാത്തവരുടെ പരാജയവും. ഈ ചരിത്രമാണ് ഖുർആനിലുള്ളത്. ഇത് മൂന്നുമേ ഖുർആനിലുള്ളൂ. ഇങ്ങനെ നോക്കിയാൽ ഖുർആൻ മുഴുവൻ തൗഹീദാണ്. അതുകൊണ്ട് നോക്കൂ, ഇതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അസ്മായിലും സിഫാത്തിലുമുള്ള ഈമാനാണ്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. എന്തുകൊണ്ടാണ്? കാരണം ഈ കിതാബ് വാസത്തിയ അതിൻ്റെ വിഷയം ഇതാണ്, അസ്മാ സിഫാത്ത്, പ്രധാനപ്പെട്ടൊരു വിഷയം. അതുകൊണ്ട് നമ്മൾ ഇൻഷാ അള്ളാഹ് അതിൻ്റെ വിശദീകരണം പിന്നീടേക്ക് മാറ്റിവെക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും എന്താണോ അതിൽ ശരിയായ രൂപത്തിൽ വിശ്വസിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തഅ്തീലോ തശ്ബീഹോ കൂടാതെ അള്ളാഹുവിൻ്റെ പേരുകളെ വിശേഷണങ്ങളെ ഇല്ലാതാക്കാനോ നിഷേധിക്കാനോ പാടില്ല. അതുപോലെ അതിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തും. എങ്ങനെ? അള്ളാഹുവിനുള്ള ഒരു വിശേഷണവും നിഷേധിക്കാതെ. അള്ളാഹുവിനുള്ള വിശേഷണങ്ങളൊക്കെ അവനുണ്ട് എന്ന് പറയും, ഒരു സൃഷ്ടിയോടും അവനെ സാദൃശ്യപ്പെടുത്താതെ. നോക്കൂ നിങ്ങൾ ഈ കാര്യം. അള്ളാഹു പരിശുദ്ധനാണ്, അവനെപ്പോലെ ആരുമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ അത് പറയുമ്പോൾ എന്ത് ചെയ്യുകയില്ല? അള്ളാഹുവിനുള്ള ഒരു വിശേഷണവും എന്ത് ചെയ്യുകയില്ല? നിഷേധിക്കുകയില്ല. ചില ആളുകൾ പലർക്കും പറ്റിയ അബദ്ധം അതാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ നിഷേധിച്ചു. എന്തുകൊണ്ടാണ്? ഈ വിശേഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലായിപ്പോകും എന്ന് പേടിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തും, തസ്ബീഹ് ചെയ്യും. എങ്ങനെ? റബ്ബിനുള്ള ഒരു വിശേഷണവും നിഷേധിക്കാതെ. പിന്നെയോ അള്ളാഹുവിനുള്ള അവനുണ്ട് എന്ന് അവൻ പറഞ്ഞ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ വിശേഷണവും അവനുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കും, അംഗീകരിക്കും, വിശ്വസിക്കും. എങ്ങനെ? ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താതെ. ഇതിന് പണ്ഡിതന്മാർ പറയും, തൻസീഹുൻ ബിലാ തഅ്തീൽ വഇസ്ബാതുൻ ബിലാ തശ്ബീഹ്. തൻജീഹുൻ അല്ലെങ്കിൽ തസ്ബീഹുൻ, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തും,
ഒന്നുകിൽ തൻജീഹ് എന്ന് പറയുക അല്ലെങ്കിൽ തസ്ബീഹ് എന്ന് പറയാം. രണ്ടും സമാനമായ അർത്ഥമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധി നമ്മൾ പ്രകീർത്തിക്കും. എങ്ങനെ? ബിലാ താതീൽ, അള്ളാഹുവിൻ്റെ ഒരു സിഫത്തിനെ നിഷേധിക്കാതെ. പിന്നെയോ ഇസ്ബാത്തുൻ, അള്ളാഹുവിനുണ്ട് എന്ന് അവൻ പറഞ്ഞ വിശേഷങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കും, ഉണ്ട് എന്ന് പറയും. എങ്ങനെ? ബിലാ തശ്ബീഹ്, ഒരു പടപ്പിനോടും അവനെ സാദൃശ്യപ്പെടുത്താതെ. ഇതാണ് ചുരുക്കം അഹ്ലുസുന്നത്തിൻ്റെ അസ്മാ സിഫാത്തിലുള്ള വിശ്വാസത്തിൻ്റെ ചുരുക്കം ഇതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഈ കിതാബിൽ അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിലും അവൻ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസം നേരെയാക്കുകയും ശരിയായ ഈമാനിൽ വഹീദുകളായി ജീവിച്ചു മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ സാബിഖൂൻ മുഖറബൂൻ എന്നവൻ വിശേഷിപ്പിച്ച തൗഹീദ് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തഹ്ഖീഖ് ചെയ്യുന്ന അടിമകളിൽ അവൻ്റെ ഫضലുകൊണ്ട് നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.